നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷുറൻസ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ് ലിമിറ്റഡ് എന്നുള്ളത്. ഈ കമ്പനി ഒരു ഇൻഷുറൻസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കുമല്ലോ ഇത്. ഇവരുടെ IPO കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനുവരി 15 ഓപ്പൺ ആവുന്ന ഇഷ്യൂ 17 വരെ നീണ്ടു നിൽക്കും. 1171.58 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. 2.8 കോടി ഓഹരികളാണ് കമ്പനി ഓഫർ ഫോർ സെയിലായിട്ട് വിൽക്കുന്നത്. അതായത് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സും ചില ഇൻവെസ്റ്റേഴ്സുമാണ് ഇങ്ങനെ ഓഹരികൾ വിറ്റഴിക്കുന്നത്. 15 മുതൽ 17 വരെ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് കിടക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കമ്പനി, അതായത് മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. ഇവരൊരു രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ലിങ്കായിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാർ, അതിൻ്റെ ബെനിഫിഷ്യറീസും ഈ കമ്പനികളും തമ്മിലുള്ള ഒരു ലിങ്കാണ് ഈ മെഡി അസിസ്റ്റ് എന്നുള്ളത്. അവരുടെ കയ്യിലേക്കാണ് നമ്മളുടെ പേപ്പേഴ്സും കാര്യങ്ങളും ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം ഏൽപ്പിക്കുന്നത്. അവർ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് പണം ലഭിക്കുന്നതെന്ന് അറിയാമല്ലോ. അത് മാത്രമല്ല, ഈ ഇൻഷുറൻസിൻ്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസും ഈ ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ലിങ്കായിട്ടും ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റും ഈ ബെനിഫിഷ്യറീസ്, പബ്ലിക് ഹെൽത്ത് സ്കീമുകളുടെ ബെനിഫിഷ്യറീസും തമ്മിലുള്ള അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ടും ഈ മെഡി അസിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ബാംഗ്ലൂരാണ് ഇവരുടെ ആസ്ഥാനം. ഈ രംഗത്തെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയാൻ കാരണം തന്നെ 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 14,574.65 കോടി രൂപയുടെ പ്രീമിയമാണ്. ഈ റീറ്റെയിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെയും പ്രീമിയങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ 2021 ശേഷമുള്ള വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ, CAGR നോക്കുകയാണെങ്കിൽ തന്നെ 35.67% വരും കമ്പനിയുടെ വളർച്ചാ നിരക്കെന്ന് പറയുമ്പോൾ. മാത്രമല്ല 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ, അതായത് ഇന്ത്യയിലെ മാത്രമല്ല പുറത്തുള്ളതുമായിട്ടുള്ള 36ഓളം ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് മെഡി അസിസ്റ്റിന് ഒരു ടൈപ്പ് ഉണ്ട്. അവരുമായിട്ടുള്ള ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യരംഗത്തെ മെഡി അസിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ സർവീസസും കോൾ സെൻറ്റർ സർവീസസും അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻസും കസ്റ്റമർ കോൺട്രാക്ട് മാനേജ്മെൻറ്റ് സർവീസസും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ബില്ലിംഗ് സർവീസസും ക്ലെയിം പ്രോസസ്സിംഗ് സർവീസസും അവരുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു. അപ്പോൾ 31ഓളം സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് 1069 നഗരപ്രദേശങ്ങളിലെ 18,754 ഹോസ്പിറ്റൽസുമായിട്ട് ഈ മെഡി അസിസ്റ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 5.27 മില്യൺ അല്ലെങ്കിൽ ദശലക്ഷം ക്ലെയിമുകളാണ് ഇവർ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഇൻപേഷ്യൻസും ഔട്ട് പേഷ്യൻസ് ക്ലെയിമുകളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് മെഡി അസിസ്റ്റിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. വിക്രംജിത്ത് സിംഗ് ജട്വാൾ എന്ന ആളാണ് പ്രധാന പ്രൊമോട്ടേഴ്സിൽ ഒന്ന്. പിന്നെ മെഡിമാറ്റർ ഹെൽത്ത് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കോർപ്പറേറ്റ് പ്രൊമോട്ടറുണ്ട്. അതുപോലെ തന്നെ ബെസിമർ ഇന്ത്യ ക്യാപിറ്റൽ ഹോൾഡിംഗ് എന്നൊരു കോർപ്പറേറ്റ് പ്രൊമോട്ടറുണ്ട്. ഇവരുടെ കൈവശം 77.14% ഓഹരികളാണ് ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. അതിൽ ബെസിമറിൻ്റെ കയ്യിൽ 35.92% ഓഹരികളും മെഡിമാറ്ററിൻ്റെ കയ്യിൽ 27.94%, വിക്രംജിത്ത് സിംഗ് ജട്വാളിൻ്റെ കൈവശം 3.69% ഓഹരികളുമാണ് ഉള്ളത്. അത് കൂടാതെ ഇപ്പോൾ ഓഫർ ഫോർ സെയിലിൽ ഓഹരികൾ വിൽക്കുന്ന മറ്റൊരു പ്രധാന ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്കോർ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് എന്നുള്ളൊരു ഫണ്ടാണ്. അവർ പ്രൊമോട്ടർ ലിസ്റ്റിലില്ലെങ്കിൽ കൂടിയും അവരുടെ കൈവശവും ഏകദേശം 21.65% ഓഹരികളുണ്ട്. അപ്പോൾ ഈ ടോട്ടലായിട്ട് ഈ ഓഫർ ഫോർ സെയിലിൽ വന്നിട്ടുള്ളത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2.8 കോടി ഓഹരികളാണുള്ളത്.
ഇൻ്റർനാഷണൽ ഇൻഷുറൻസ് അപ്ലയർ ആയിട്ടുള്ള മേഫെയർ UK ഒക്കെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനിയായിട്ടുള്ള മെഡി അസിസ്റ്റിന് സബ്സിഡിയറി കമ്പനികളുമുണ്ട്. സബ്സിഡിയറി കമ്പനികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ സെപ്പറേറ്റ് എൻറ്റൈറ്റികളാണ്. അതായത് സെപ്പറേറ്റ് മാനേജ്മെൻറ്റും അതിനനുസരിച്ചുള്ള എല്ലാ സെറ്റപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള. അതിൽ ഒന്നാണ് മെഡി അസിസ്റ്റ് ഇൻഷുറൻസ് TPA നമുക്കറിയാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതാണ്. പിന്നെ മെഡ് അഡ്വാൻറ്റേജ് ഇൻഷുറൻസ് TPA, രക്ഷ ഇൻഷുറൻസ് TPA, അതുപോലെ തന്നെയാണ് മേഫെയർ കെയർ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവരുടെ അസോസിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്സിഡിയറി കമ്പനികളാണ്. ഇനി ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2021 322.74 കോടിയാണ്. അതുപോലെ 2022 393.81 കോടിയും 2023 അത് 504.93 കോടിയായിട്ട് ഉയരുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 26.27 കോടി രൂപയാണ് 2021 അത് വർദ്ധിച്ച് 64.22 കോടിയാവുന്നുണ്ട് 2022. 2023 ആയപ്പോഴത്തേക്ക് അത് 74.04 വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 2024 അർദ്ധവാർഷിക കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ അവിടെ കുറച്ച് താഴ്ച കാണുന്നുണ്ട്. അത് കാരണം ഇത് കുറേ അസോസിയേറ്റ് ഇവരുടെ സബ്സിഡിയറി കമ്പനികളും ഈ മെഡി അസിസ്റ്റും തന്നെയും നിരവധി അക്വിസിഷൻസ് നടത്തുന്നുണ്ട്. ഈ അക്വിസിഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന വൺ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇത്തരത്തിൽ ഇതിൻ്റെ നെറ്റ് ഇൻകത്തിലൊക്കെ ഒരു താഴ്ച 2024 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ EPS 10.83 റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 19.63%, NAV 55.72 പെർ ഷെയർ എന്നുമാണ് കാണുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഇവരുടെ പ്രോസ്പെക്ടസിൽ കണ്ടത് ഇതിനൊരു ലിസ്റ്റഡ് പിയർ കമ്പനി ഇല്ല എന്നുള്ളതാണ്, കോമ്പറ്റീറ്റർ ഇല്ല. രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യയും, ലീഡ് മാനേജേഴ്സ് SBI ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ ആക്സിസ് ബാങ്ക് ലിമിറ്റഡ്, നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് മെഡി അസിസ്റ്റൻ്റ് IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജനുവരി 15 മുതൽ 17 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 397 രൂപ മുതൽ 418 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികളൊന്നും തന്നെയില്ല. 2.8 കോടി ഓഹരികളാണ് ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുന്നത്. അപ്പോൾ ആകെയുള്ള ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 1171.58 കോടി രൂപയ്ക്കുള്ളതാണ്. 35 ഓഹരികളാണ് ഒരു റീറ്റെയിലർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്നത്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. ജനുവരി 18 അലോക്കേഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ജനുവരി 22 ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ആദ്യത്തെ കമ്പനി ആയിരിക്കും ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ 2878 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിവിഡൻഡ് ബോണസ് പോളിസിയൊക്കെ ഉള്ള കമ്പനിയാണ്. 2022 50% ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളൊരു കമ്പനിയാണ്. അത് 2023 37.8% അവർ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റഡ് ആവുന്നതിന് മുമ്പുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് അത് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഡിവിഡൻഡ് ബോണസ് പോളിസി ഉള്ളൊരു കമ്പനിയാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടിയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് വളരെ നല്ലൊരു കമ്പനിയാണ്. ഇത് ഇൻഷുറൻസ് അവയർനെസ് കൂടുന്തോറും വളരെ മികച്ച നിലയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. പിയർ കമ്പനികളൊന്നും തന്നെ ലിസ്റ്റഡ് ആയിട്ടില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ അവരുടെ 2024 ഹാഫ് ഇയർലി റിസൾട്ടിൽ ചെറിയ ഒരു നെറ്റ് പ്രോഫിറ്റിലൊരു ഇടിവ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ അക്വിസിഷൻസിനും മറ്റും വേണ്ടിയിട്ടുള്ള ചില വൺ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് മൂലം മാത്രമാണ്. എന്തായാലും ഇത് മിഡ് ടൈംകാർക്ക് മാത്രമല്ല ലോങ് ടൈംകാർക്കും വളരെ നല്ല ഒരു ഓഹരിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മെഡി അസിസ്റ്റ് ഹെൽത്ത് കെയർ സർവീസസ് ലിമിറ്റഡിൻ്റെ ഈ IPO വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.